അതന്നെ തന്നെ. പിന്നെന്ത് വേറെന്താ പണിഷ്മെന്റ്? വേറെന്താ പണിഷ്മെന്റ്? പ്രപ്പോസ് വേറെ ഉള്ളൂ. ഇല്ല അത് എന്റെതാ നേരത്തെ എന്ത് ഡിലേ ആണ്. കുറച്ച് കിസ് ആകുമ്പോ ചില്ലി എടുത്ത് കേട്ടാലോ, ചില്ലി എടുത്ത് മുഖത്തേക്ക് എന്താ പറയുന്നത്? കിസ് ഇടാൻ പോലും വലിയൊരു പണി ഞങ്ങൾക്ക് കിട്ടാനില്ല. ഇല്ല, ഈ അമ്മയ്ക്കല്ലേ ഞങ്ങൾക്ക് മുത്തം വെക്കാൻ പറ്റില്ല. ഞാൻ നിന്റെ സുഹൃത്തല്ല. ഞാൻ എടുക്കുന്നില്ല. നീ സുഹൃത്തല്ലേ? അപ്പൊ അനക്ക് നിന്നെ അറിയില്ല. എന്താ നിന്റെ പേര്? നിന്റെ പേരെന്താ? ഏത് കുട്ടു? ഏത് കുട്ടു? എന്റെ എന്ത് വീട്? മൈക്കെല്ലാം പോയി ആയി കൊടുത്തു. എവിടെ പോയി നിന്റെ ഉള്ളിൽ കുടുങ്ങി. അവിടെ കുടുങ്ങി. മൈക്കടെ പോയി. ഇനി ആ മൈക്ക് ആരും തുടങ്ങാം. ഉള്ളിൽ ഷഡിനുള്ള അപ്പൊ ഇതില്ല, പണിഷ്മെന്റ് ഇല്ല. എന്തിനാ അങ്ങനെ ഫ്രണ്ട്സിനെ സഹായിച്ചിട്ടുള്ള ഇതൊന്നും വേണ്ട. കിസ് റാമ്പോ നല്ലൊരു പണിഷ്മെന്റ് അല്ലേ? നല്ലൊരു പണിഷ്മെന്റ്, അടിപൊളി പണിഷ്മെന്റ് ആണ്. ജുറാസിക് പാർക്കിലെ പുതിയൊരു ആൻസിസ്റ്റർ ആണ് ഇവനെ ഞാൻ കിസ് ചെയ്യൂല. ഇല്ല, ഞാൻ വിട്ടു പോണേ. ഞാൻ വിട്ടു. ഇവനെ ഞാൻ സഹായിക്കുന്നില്ല. നീ പ്രപ്പോസൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. നോക്കട്ടെ മൈക്കിൽ വെള്ളം കയറി. എക്സ്പീരിയൻസ് ഞാൻ പ്രിയങ്ക ചോപ്രനല്ല കിസ് ചെയ്തത്. ഞാൻ കരടിയിലാണ് കിസ് ചെയ്തിട്ട് നീ എന്നോട് എക്സ്പീരിയൻസ് വയ്ക്കുന്നത്. ഇവ പുട്ടൊന്നും കണ്ടിരിക്കും. എന്റെ വായിൽ പുട്ടെല്ലാം കയറി. ശരിക്കും ചുണ്ടെടുത്തില്ലായ മഴവിൽ ഇവന്റെ കാമക്കടി തീർത്തത് ഈ വിപുലമായ ചുണ്ടുകളിലാണ് ഞാൻ തീർത്തത്. കിസ് ചെയ്യാത്ത ചുണ്ടുകൾ ഈ കരടി ഉപ്പിരസമൊക്കെ സാൾട്ടിയ ഇവന്റെ വായി നോക്കി ഇവന്റെ പല്ല് നോക്കി അവിടെ പുട്ടെല്ലാം കിടക്കുന്ന വെർജിനിറ്റി എന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാം? എന്റെ ജീവിതത്തിൽ എന്റെ വെർജിനിറ്റി പോകുന്നുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ചി, അത്രയും സൗന്ദര്യമുള്ള ദീപിക പത്രോണ്ട പോലത്തുള്ള ഒരു പെണ്ണായിരുന്നു. അവർക്ക് കിട്ടിയത് ഈ പെട്ടിപ്പലകരായിട്ട് കിട്ടിയ സാധനം